എഡി ന്യൂസ് മലയാളത്തിലേക്ക് സ്വാഗതം. കീം 2024 പ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് നമുക്ക് നൽകാനുള്ളത്. ദീർഘദൂര ജില്ലകളിൽ സെന്റർ അനുവദിച്ച വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന യാത്രാ പ്രതിസന്ധി നമ്മൾ ഉൾപ്പെടെ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും സജീവ ചർച്ചാ വിഷയം ആക്കിയിരുന്നു. പക്ഷെ അനുകൂലമായ നടപടി ആ വിഷയത്തിൽ പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ അടുത്ത് നിന്ന് ഉണ്ടായില്ല. ഇനി അത്തരത്തിലൊരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനും നിർവാഹമില്ല. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ് നമ്മൾ ഇന്ന് നൽകുന്നത്. സംസ്ഥാനത്തെ എല്ലാ കീം പ്രവേശന പരീക്ഷാ സെന്ററുകളിലേക്കും വിപുലമായ സർവീസ് ക്രമീകരിക്കുമെന്ന് KSRTC അറിയിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലെയും പ്രധാനപ്പെട്ട ഡിപ്പോകളിൽ നിന്ന് കീം പ്രവേശന പരീക്ഷ നടക്കുന്ന സെന്ററുകളിലേക്ക് വിപുലമായ രീതിയിൽ സർവീസുകൾ ക്രമീകരിക്കുമെന്നാണ് KSRTC ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഗതാഗത വകുപ്പ് മന്ത്രി KV ഗണേഷ് കുമാർ ഇത് സംബന്ധിച്ച നിർദ്ദേശം കഴിഞ്ഞ ദിവസം KSRTC CMDക്ക് നൽകിയിരുന്നു. അതനുസരിച്ച് KSRTCയുടെ എല്ലാ യൂണിറ്റുകളിലേക്കും അത് സംബന്ധിച്ചുള്ള ഉത്തരവ് എത്തിയിട്ടുണ്ട്. പരീക്ഷാ സെന്ററുകളിലേക്ക് പോകുന്നതിനും വിദ്യാർത്ഥികൾക്ക് അവിടെ നിന്നും മടങ്ങുന്നതിനും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത വിധത്തിൽ സർവീസുകൾ ക്രമീകരിക്കുമെന്നാണ് KSRTC അറിയിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് അവരുടെ സമീപത്തുള്ള KSRTCയുടെ പ്രധാനപ്പെട്ട ഡിപ്പോകളുമായി ബന്ധപ്പെട്ട് കീം പ്രവേശന പരീക്ഷാ സെന്ററുകളിലേക്കുള്ള സർവീസ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കാവും. നമ്മളിപ്പോൾ KSRTCയുടെ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം നമ്പറും അതിൻ്റെ മൊബൈലും ലാൻഡ് ലൈൻ നമ്പറും നമ്മളിപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം കേരളത്തിലെ പ്രധാനപ്പെട്ട KSRTC ഡിപ്പോകളുടെ ഫോൺ നമ്പറും നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ആ നമ്പറിൽ ബന്ധപ്പെട്ട ഏത് സെന്ററുകളിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ് അറിയേണ്ടത്, അതിൻ്റെ സർവീസ് സംബന്ധിച്ച വിവരങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. ആ സൗകര്യം എല്ലാ വിദ്യാർത്ഥികളും എത്രയും വേഗം പ്രയോജനപ്പെടുത്തുക.